പ്രിയമുള്ള സുഹൃത്തുക്കളെ, കിതാബ് മതിയാക്കി പോയതല്ല. പല തിരക്കുകളായിരുന്നു. പിന്നെ എൻ്റെ മൊബൈലൊക്കെ നാശായതായ മട്ടത്തിലാവാതെ വന്നു. പിന്നെ മൊബൈൽ എടുക്കേണ്ടി വന്നു. അതിന് കാര്യമായൊരു ഉസ്താദ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വകയായിട്ടൊരു മൊബൈൽ വാങ്ങാനുള്ള പൈസ തന്നു. പേരൊന്നും ഞാൻ പറയൂല, പണവും ഞാൻ പറഞ്ഞു തരൂല. ഒരു മര്യാദ സംഖ്യ അദ്ദേഹം തന്നു. അങ്ങനെ ആ മൊബൈൽ വാങ്ങി ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ക്ലാസ് വിടാതിരിക്കാൻ പറ്റൂല. അദ്ദേഹം ഒരു മുദരിസാണ്. ഒരു 2-3-4 കിതാബ് അദ്ദേഹത്തിന് ദർസ് നടത്തണം. അപ്പൊ ആ ഉസ്താദ് ഞാൻ ദർസ് നടത്തി കൊടുക്കണം. അത് കഴിഞ്ഞ ബാക്കി ഗ്രൂപ്പിലെ ക്ലാസ് എടുക്കുള്ളൂ. കാരണം പരിഗണിക്കണമല്ലോ. മൂപ്പര് നമ്മളെ കാര്യങ്ങൾ നല്ലോണം പരിഗണിച്ച് തന്നു. മറ്റുള്ളവരാരും പരിഗണിച്ചിട്ടില്ല, അതിനർത്ഥമൊന്നുമില്ല കേട്ടോ. അതേതായാലും പറഞ്ഞു കൊടുത്തതിന് ശേഷം ക്ലാസ് ആക്കി വിടാ എന്ന് ഞാൻ വിചാരിച്ചത്. അതിന്റെ ഇടയിൽ ഒരു ഉസ്താദ് വിളിച്ചു ചോദിച്ചു, എന്താ ഉസ്താദ് ക്ലാസ് ഒന്നും വരാത്തതെന്ന്. ആ ഉസ്താദിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പൊ ക്ലാസ് ഇല്ലാത്തതിന്റെ പേരിൽ ആരും മുഷിപ്പാവുകയോ വെറുക്കോ വേണ്ട. ക്ലാസ് വിടും എന്റെ കഴിവിനനുസരിച്ചൊക്കെ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താണെന്നറിയാം. ബയാനുൽ ഖാദിറിൽ മഹമൂദി മിനൽ ഉലൂമിൽ മഹമൂദത്തി എന്നാണ്. വാഴ്ത്തപ്പെടാൻ പറ്റുന്ന വിജ്ഞാനം പലതും ഉണ്ട്. അതിൽ നിന്ന് തന്നെ വാഴ്ത്തപ്പെടുന്നതിന്റെ കണക്കെത്ര, അത് വിശദീകരിക്കുകയാണ്. മഹമൂദായ ഇൽമ് ഒരുപാടുണ്ട്. അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ. ആ മഹമൂദുൽ ഖദർ അത് വിശദീകരിക്കാൻ പോവുകയാണ്. നീ അറിയണം, അന്നൽ ഇൽമ നിശ്ചയമായിട്ടും വിജ്ഞാനം ബിഹാദൽ എത്തിബാരി നീ മനസ്സിലാക്കിയ പരിഗണന വെച്ച് നീ പറഞ്ഞല്ലോ. അങ്ങനത്തെ അറിവിന്റെ പരിഗണന വെച്ച് നോക്കുമ്പോൾ വിജ്ഞാനം സലാസത്തു അഖ്സാമിൻ 3 ഓഹരിയായിട്ട് നിൽക്കും. മുമ്പ് ഒരുപാട് വിജ്ഞാനത്തെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. ആകത്തുക മനസ്സിലാക്കി നോക്കുമ്പോൾ വിജ്ഞാനപ്പം എന്താണ്? ഒരു 3 ഇനത്തിൽ 3 ഓഹരിയായി നിൽക്കുന്നുണ്ട്. ഒന്ന് ഖിസ്മുൻ അസ്മുൻ ഹുവ മദ്മൂമുൻ ഖലീലു വ കസീറുഹു. ഒരു ഓഹരി എങ്ങനെയെന്നറിയാമോ? മോശമാണ്. അതിൽ കുറഞ്ഞതും മോശമാണ്, അധികരിച്ചതും മോശമാണ്. രണ്ടും മോശമാണ്. അങ്ങനെ മോശമായി നിൽക്കുന്നൊരു വിജ്ഞാനം പറ്റൂല. പിന്നെ ഖസ്മുൻ ഹുവ മഹമൂദുൻ ഖലീലു ഹുവ കസീറുഹു. പിന്നെയുള്ളത് അധികവും, അതായത് അധികവും അതിൽ കുറഞ്ഞതൊക്കെ എന്താണ്? വാഴ്ത്തപ്പെടാൻ പറ്റുന്ന വിജ്ഞാനം. അങ്ങനത്തെ രണ്ടാമത്തെ ഓഹരി. ഇപ്പൊ കുല്ലമ കാന അക്സറ, ഈ പറയുന്നത് അധികമായി വന്നപ്പോൾ കാന അഹ്സന വഅഫ്ളല. ഏത്? ഈ കുറഞ്ഞതും അധികമുള്ളതും എന്താണ്? വാഴ്ത്തപ്പെടുന്നതായി. അതാണ് വന്നപ്പോ അത് കൂടുതലാണുള്ളത്. അങ്ങനെ വന്നപ്പോ അത് അഹ്സനുമാണ്, അഫ്ളലുമാണ്, നല്ലതുമാണ്, ഏറ്റവും ഉത്തമമായതുമാണ്. അതാണ് കരഗതമാക്കേണ്ടത്. വഖസ്മുൻ യുഹ്മദു മിന്നു മിഖ്ദാറു കിഫായത്തി വലാ യുഹ്മദുൽ ഫാളിലു അലൈഹി. ഇതാ മൂന്നാമത്തേത്. എന്താ മൂന്നാമത്തെ പറഞ്ഞത്? ഒരു ഓഹരി അതിൽ മതിയാവുന്ന കണക്കുണ്ട്, അതേ വാഴ്ത്തപ്പെടുന്നുള്ളൂ. അത്യാവശ്യമായി നർത്ഥം. ആ മതിയാവുന്നതിനേക്കാൾ കൂടുതൽ വന്നാൽ അത് വാഴ്ത്തപ്പെടുകയില്ല. പിന്നെ അതിൽ അറ്റമായി പോവുക എന്ന് പറഞ്ഞു. അതായത് അല്ലോണം ആ അങ്ങേ പറ്റത്തേക്ക് എത്താൻ വേണ്ടി അധ്വാനിക്കുക, അതും വലിയ വാഴ്ത്തലൊന്നും പതിവില്ല. മതിയായത് പഠിച്ചാൽ മതിയായിരുന്നു, അത്യാവശ്യമുള്ളതൊക്കെ പഠിക്കുക. ഇങ്ങനെ 3 ഓഹരിയിലായിട്ട് വിജ്ഞാനം നിൽക്കുന്നുണ്ട്. വഹുവ, അത് അത്യാവശ്യമായതൊക്കെ മതി, തോനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇതുപോലെ നീ ചോദിച്ചാല് ഈ അക്സാമൊക്കെ വന്നല്ലോ. ഈ അക്സാമുകൾ ഇപ്പൊ എങ്ങനെ കിട്ടുകയെന്ന് നോക്കുക. ആ അക്സാമ് വരുന്നത് മിസ്ലു അഹ്വാൽ ബദനി, ശരീരത്തിന്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ ആ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം 3 ഓഹരിയിൽ മിന്. ഫൈന്ന മിൻക, നിശ്ചയമായിട്ടുമ്പോൾ ശരീരത്തിന്റെ അവസ്ഥകളിലുണ്ട്. മാ യുഹമ്മദു ഖലീലു വ കസീറുഹു, അധികമായാലും കുറച്ചായാലും വാഴ്ത്തപ്പെടാൻ പറ്റുന്ന അതിന്റെ അവസ്ഥയിലുണ്ട്. ഏതാണതെന്ന് ചോദിച്ചാൽ ഉദാഹരണക്ക് സിഹത്തി വൽ ജമാൽ, ആരോഗ്യം, അഴക്. കുറച്ച് ആരോഗ്യമുണ്ടായാലും തോനാരോഗ്യമുണ്ടായാലും കുറഞ്ഞ അഴകുണ്ടായാലും കൂടുതൽ അഴകുണ്ടായാലും വാഴ്ത്തപ്പെടാൻ പറ്റുന്ന ഒന്ന് തന്നെയല്ലേ. ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള അവസ്ഥയല്ലേ. ഒമിൻഖ, ആ ശരീരത്തിന്റെ അവസ്ഥയിൽപ്പെട്ട മറ്റൊന്ന് മാ യുദമ്മു ഖലീലുഹു വ കസീറുഹു, അധികമായാലും കുറച്ചായാലും കുറ്റപ്പെടുത്തലുണ്ടാവും.
ആക്ഷേപിക്കപ്പെടാൻ പറ്റുന്ന ഇൽമ, ഗുണമില്ല. അതേതുപോലെ ചോദിച്ചാൽ അൽ ഖുബ്ഹി വസൂഇൽ ഖുലുഖി, ചീത്ത സ്വഭാവം, വടക്കായ സംഗതി. ഒരു മനുഷ്യന് വടക്കേ ഉണ്ടാവുള്ളൂ, വടക്കത്തരേ ഉള്ളൂ. അതുപോലെ തന്നെ ചീത്ത സ്വഭാവം, അത് കുറച്ചായാലും അധികമായാലും കുറ്റകരമാണ്, ആക്ഷേപമാണ്. ഇത് രണ്ടാമത്തെ അവസ്ഥ. ഓമിൻഹ, ശരീരത്തിന്റെ മറ്റൊരു അവസ്ഥയിൽ മൂന്നാമത്തെ അവസ്ഥ, മാ യുഹമ്മദുൽ ഇഖ്തിസാദു ഫീഹി, ശരീരത്തിന്റെ അവസ്ഥയിൽ മൂന്നാമത്തെ എന്താ, അതൊരു മധ്യവർത്തിയായി വാഴ്ത്തപ്പെടാൻ പറ്റും. ഒരു മദ്യം, അത് മതി. ആ മദ്യത്തിന്റെ അപ്പുറമുള്ളതും ഇപ്പുറമുള്ളതും ശരിയല്ല, മദ്യമായ വാഴ്ത്തപ്പെടുന്നത്. അതിന്റെ ഉദാഹരണം ഇപ്പൊ എങ്ങനെ വെച്ചാൽ ബദരിൽ മാലി, സമ്പത്തിനെ ചെലവഴിക്കും പോലെ മധ്യവർത്തിയായി ചെലവഴിക്കുമ്പോഴല്ലേ നല്ല കാര്യമുള്ളൂ. വേണ്ടാത്ത വരക്ക് ചെലവാക്കിയ അപകടമല്ലേ. കാരണം തെബിദീർ എന്ന് പറഞ്ഞൊരു പരിപാടി ലാ യുഹമ്മദ് ഫീഹി, അതിന് യാതൊരു പുകഴ്ത്തലുമില്ല. തെബിദീർ എന്ന് പറഞ്ഞാല് ഇസ്ലാം നിശ്ചയിച്ച പാതയിൽ അല്ല ചെലവഴിക്കുക, അതിനൊക്കെ തെബിദീർ എന്ന് പറയാം. ഹറാമായ വൈക്കോ കറാത്ത വൈക്കോ ചെലവാക്കിയ തെബിദീർ തന്നെയാണ്. ഇസ്ലാം അംഗീകരിച്ച വൈക്കാവുമ്പോൾ തെബിദീർ അല്ല. ഒഹുവ ബദിർ, അതും തന്നെയാണ് ഒരു ധർമ്മം ചെയ്യൽ തന്നെയാണല്ലോ തെബിദീർ. പക്ഷെ അത് നല്ല ആൾക്കല്ല. പിന്നെന്താണത്, ദൂർത്തടി എന്ന് പറയാം. വക്കശജാഅത്തി, ധീരത, ഇതും ഒരു മധ്യവർത്തിയായി നിൽക്കുമ്പോൾ മധ്യത്തിലാവുമ്പോഴല്ലേ പറ്റുള്ളൂ, അധികമായ പറ്റില്ല. കാരണം ഇന്ന തഹവുറ, ഈ തഹവുർ എന്ന് പറഞ്ഞാല് എന്താണെന്നറിയോ, ഒരു ചിന്തയില്ല, ആലോചനയില്ല, വളരെ കുറവാ. അപ്പൊ ചിന്തകളും പ്രശ്നങ്ങളും കുറച്ചുകൊണ്ട് ഒരു കാര്യത്തിൽ പോയിട്ട് വീഴുക, ആ സംഗതി ലാ യുഹ്മദ് ഫീഹ. അങ്ങനെ വരുമ്പോൾ ആ ധീരത എന്താണ്, കാര്യമുണ്ടോ? എന്തിനു പോയി ഇറങ്ങിക്കൊണ്ട് ഇടപെട്ടിട്ട് ആവശ്യമില്ലാതെ, അത് തഹവ്വുർ എന്ന് പറയും. അതിൽ വാഴ്ത്തലില്ല. ധീരത മധ്യത്തിലാണെങ്കിലോ കുഴപ്പമില്ല. അപ്പൊ ഭയങ്കര മിൻ ജിൻസി ഷജാഅത്തി, ഈ തഹവ്വുർ എന്ന് പറഞ്ഞാല് ധീരതയുടെ വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ ചില ആൾക്കാരുണ്ട് അങ്ങോട്ട് എടുത്ത് ചാടിക്കൊണ്ടിരിക്കും, അല്ലേ? അനീതി ഒന്നും നോക്കൂല, ധർമ്മം നോക്കൂല, അധർമ്മം നോക്കൂല, അങ്ങോട്ട് എടുത്ത് ചാടിക്കൊണ്ടിരിക്കും, വലിയ ധീരമാനം കാണിക്കും. അവൻ ധീരത തന്നെയാണ്, പക്ഷെ അത് വാഴ്ത്തപ്പെടാൻ പറ്റുന്ന ധീരതയല്ല. ഇങ്ങനെ നമ്മുടെ ശരീരത്തെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മൂന്നവസ്ഥ ശരീരത്തിലില്ലേ, ഉണ്ടല്ലോ. ആ നിലപാട് വെച്ച് നോക്കുമ്പോ പകതാലിക്കൽ ഇൽമു, അങ്ങനെ തന്നെ ഇൽമുള്ളതും, ഇൽമു മൂന്ന് നിലപാടിലുള്ളത്. ഖസ്മുൽ മദ്മൂമു മിന്നു ഖലീലു വ ഗസൂറുഹുന, അധികവുമായാലും ഗസീറു, അല്ലെ, അധികവും കുറഞ്ഞതും ഒക്കെ എന്താണ്, മോശമാണ്. അങ്ങനത്തെ ഓഹരി മാലാ ഫായിദത ഫീഹി ദീനി വലാ ദുന്യ, മതത്തിന് ഉപകാരമില്ല, അത് ദുന്യാവിന് ഉപകാരമല്ല, ഫലമില്ലാത്ത ഒന്നാണത്. കുറച്ചിട്ട് ആക്ഷേപമാണ്, എപ്പോഴും ആക്ഷേപ, കുറ്റപ്പെടാൻ പറ്റുന്ന ഇൽമുള്ളത് അത് പറ്റൂല. കാരണം ഇത് ഫീഹി ളററുൻ യഗ്ലിബു നഫ്ഉഹു, ഉപകാരത്തേക്കാൾ മികച്ചു നിൽക്കുന്ന ബുദ്ധിമുട്ടായ കാര്യമാണ്. യഗ്ലിബു നഫ്അഹു, ഇൽമിന് ഉപകാരമുണ്ട്, ആ ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമാണ്. അങ്ങനെയുള്ളത് ഉണ്ടാവുമ്പോൾ ദീനും ദുനിയാവിനും വലിയ ഉപകാരം ഒന്നും ഉണ്ടാവില്ല. എന്നാ ഒരു ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയൊക്കെ, ഇൽമി സിഹിർ, മാരണത്തിന്റെ ഇൽമ്, ഒത്തൽസമാത്ത്, എഴുത്തും കുത്തും വരിയും ഇതൊക്കെ ഉണ്ടല്ലോ, അത് വന്നുജൂമ്, ജ്യോതിശാസ്ത്രം വെച്ച് പറയാം. ഇത്ര മൂന്ന് കാര്യങ്ങൾ ഇൽമു പഠിക്കാം, അറിയാൻ വേണ്ടി പഠിക്കാം, അതിന്റെ വശം അറിയാൻ വേണ്ടി പഠിക്കും, ഉപകാരം ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപദ്രവമാണത് കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഇൽമു മോശമാണ്. അതിൽ ചിലത് പരിശോധിച്ചാൽ ലാ ഫായിദത ഫീഹി അസ്ൽ, ഒരിക്കലും ഗുണമല്ല. അത് എടുത്തു നോക്കാണി ഏതേപോലെ ഗുണമുള്ളത്, നാസ്മാന്റെ പണി നല്ലതാണി പറ്റും. ജ്യോതിശാസ്ത്രം പഠിക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ കിബിലമറി അറിയാൻ, വെളിച്ചം കിട്ടാൻ, ലക്ഷ്യങ്ങൾക്കൊക്കെ പഠിക്കാം. പക്ഷേ അത് വെച്ചിട്ട് ഓരോ കാര്യം നിർണ്ണയിക്കണം, അതൊന്നും ശരിയല്ല. അപ്പൊ ഇങ്ങനെ പലല്ലാത്ത ഇൽമൊക്കെ അതിലുണ്ട്. അപ്പോ വസറുഫുൽ ഉമുരി, ആയുസ്സിന്, ആയുസ്സിനെ തിരിക്കല്, അല്ലത് എങ്ങനത്തെ ആയുസ്, ആയുസ്സാവുന്നത് അംഫുസുമ, ഒന്നിൽ വെച്ച് ഏറ്റവും വിലപ്പുള്ളത് അംഫസാണ്. ഏറ്റവും വില പിടിപ്പുള്ള സാധനമാണ് ഈ ആയുസ്. യംലികുഹുൽ ഇൻസാനു, മനുഷ്യൻ ഉടമയാക്കുന്ന വസ്തു ഉണ്ടല്ലോ, പലതും ഉടമയാക്കുന്നുണ്ട് മനുഷ്യൻ. മനുഷ്യന് കിട്ടിയ ഉടമയിൽ ഏറ്റവും ഉപകാരമുള്ളതും
പിടിപ്പുള്ളതും ബലമതിക്കാൻ കഴിയാത്തതുമായ നഫീസായ ആയുസിനെ തിരിക്കല്, ഇലേക്ക് ഈ ഉപകാരമില്ലാത്ത ഇൽമിലേക്ക് തിരിക്കല് ഇളാഅത്തുൻ, അത് നഷ്ടപ്പെടുത്തലല്ലേ. ഇളാഅത്തുൻ നഫ്സി, ഈ ആത്മാവിന് ശരീരത്തിനൊക്കെ നശിപ്പിക്കല് മദ്മുമത്തുൻ, അത് ചീത്തയായ കാര്യമാണല്ലോ, അത് പറ്റൂല. വമിൻഹു, അതിലുണ്ട് മാ ഫീഹി ലററുൻ, മാ ഒന്ന് ഫീഹി ലററുൻ യസീദു അലാമ യദുന്നു അന്നഹു യഹ്സുലു ബിഹി, അവനെന്താണോ അതുകൊണ്ട് ഹാസിലാകുക എന്ന് വിചാരിച്ചതെങ്കിൽ അതിനേക്കാൾ കൂടുതലായ പ്രയാസം അതിലുണ്ട്. അങ്ങനത്തൊന്നും ഏതിൽപ്പെട്ടതാണ്? ഈ മധുമുമായ ഇൽമിൽപ്പെട്ടതാണ്. അപ്പൊ ഒമിൻഖു എന്ന് പറഞ്ഞാൽ മധുമുമായ ഇൽമിൽപ്പെട്ടതാണ് മാ ഒരു ഇൽമ്. ഈ ഇൽമിലുണ്ട് ലററും, പ്രയാസം, ബുദ്ധിമുട്ടിപ്പിക്കലൊക്കെ ഉണ്ട്. ചെയ്തു അത് കൂടി വരുന്നുണ്ട്. അലാമ ഒന്നിനേക്കാൾ യദുന്നു, അവൻ വിചാരിക്കുന്നുണ്ട്, അന്നോ നിശ്ചയമായിട്ട വന്ന് യഹ്സുലു ബിഹി, ആ ഒന്നുകൊണ്ട് എന്താക്കാൻ പറ്റും? കരഗതമാക്കാൻ പറ്റും. അങ്ങനെ വിചാരിക്കുന്ന ഒരു ജ്ഞാനുണ്ട്. അതിനേക്കാളും എന്തൊക്കെ കല്ലായിൻ, അത് കല്ലാ, പിന്നെ അമീൻ കല്ലായി വത്തർന്ന, ആവശ്യം വീട്ടുക. ദുനിയാവിലൊക്കെ അതുകൊണ്ട് ആവശ്യം നേടാൻ പറ്റും. അങ്ങനെയുള്ളൊരു വിജ്ഞാനം ഉണ്ട് എന്ന് പറഞ്ഞ ധാരണ, അതിനേക്കാൾ ബുദ്ധിമുട്ട് അതിനുണ്ടാവുക. ഇന്നതാലിക്കാതിശയമാട്ടും അതൊന്നും ലായൊഴുത്തദ്ബി, അതിനെ പരിഗണിക്കപ്പെടാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ? ബിൽ ഹാസിൽ അൻഹു, ആ ഇൽമിനാൽ ഉണ്ടായി തീർന്ന പ്രയാസം എന്താണോ അതിലേക്ക് ചേർത്ത് നോക്കൽ കൊണ്ട് വരുമ്പോൾ ദുനിയാവിന് ആവശ്യം വീടാൻ പറ്റുന്നതിലുണ്ടെന്ന ധാരണ, അത് പരിഗണിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇങ്ങനെ മോശമായ ഇൽമൊക്കെ ഉണ്ട്, ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞു. ഇനി മഹമൂദായ ഇൽമാണ്. എന്താണ് ആ മഹമൂദായ ഇൽമ്? അതാണ് നമ്മളിവിടെ തേടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെയാണ്. അത് അടുത്ത ക്ലാസ്സിലൂടെ ഇൻഷാ അല്ലാഹ് കേൾക്കാൻ ദ്വാരക്കുക. അല്ലാഹ് ഖൈറും ബർക്കത്തും ചെയ്യട്ടെ.